താഴേക്ക് ചാടാനുള്ള വേണ്ട, നീ അത് ചെയ്യും. ഇവിടെ ഇങ്ങനെ മലർന്ന് കിടന്ന് ഈ സൂര്യനെ കാണാൻ രസമാണ്. തണുപ്പാണ്, സൂര്യനുണ്ട്. നമ്മൾ കാരാശ്ശേരിയിലേക്കാണ് പോകുന്നത്. ഒരു 12 കിലോമീറ്റർ ഓഫ് റോഡാണ്. നമ്മൾ 4 വീൽ ഡ്രൈവ് വണ്ടിയിലാണ് പോകുന്നത്. നമ്മളെ പഴയ മോഡൽ വണ്ടി. അതിലെത്ര മോഡൽ എത്രയായിട്ട് വണ്ടി? 98 മോഡൽ വണ്ടി കേട്ടോ. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇതാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് തരുന്ന പാസ്. 50 രൂപയാണ് ഈ പാസിന്. സാഹസം നമ്മളെല്ലാത്തിലും കാണിക്കാം. എവിടുന്ന കടുവ ഞങ്ങൾ കണ്ട് മുമ്പേ കാണിച്ചു തരാം. ഭ്രമരം ഷൂട്ട് ചെയ്ത് ലാലേട്ടൻ വണ്ടി ഓടിക്കുന്നില്ലേ? അവിടെ ഭ്രമരം ഷൂട്ട് ചെയ്തത്. ലാലേട്ടൻ ഒറിജിനലായിട്ട് ഓടിയതാ. ഒറിജിനലായിട്ട് ലാലേട്ടൻ ഓടിക്കുന്നത് ഒരു 6 മിനിറ്റ്. ആ ഒരു സകല സീനേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ ഈ ഓഫ് റോഡിലെ റോഡ് മോശം. 14 2 വാഹനങ്ങളിലാണ് വരുന്നത്. 2 4 വീൽ ഡ്രൈവ് വണ്ടി വാഹനങ്ങളാണ് കേട്ടോ. ഇവിടെ ഒന്നും 4 വീൽ അല്ലാതെ കയറും എനിക്ക് തോന്നുന്നില്ല. കാരാശ്ശൂരി അതിന് ഇനിയൊരു പേരും കൂടെ പറയും, മിന്നാമ്പാറ എന്നും പറയും. മിന്നാമ്പാറ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റ് നിൽക്കുന്നത് മിന്നാമ്പാറ വ്യൂ പോയിന്റ് ആണ്. മിന്നാമ്പാറ അടുത്ത് കയറ്റം കയറി ചെല്ലുന്ന കാരാശ്ശൂരിയുടെ വ്യൂ പോയിന്റ്. ഹായ്. ഇവിടെ ഇങ്ങനെ മലർന്ന് കിടന്ന് ഈ സൂര്യനെ കാണാൻ രസമാണ്. തണുപ്പാണ്, സൂര്യനുണ്ട്. അടിപൊളി. നമ്മളെ പ്രശസ്ത വ്ളോഗർ സിലു ഇവിടെ കട്ട വ്ളോഗിങ്ങിലാണ് കേട്ടോ. താഴേക്ക് ചാടാനുള്ള മതിയോ? വേണ്ട, നീ അത് ചെയ്യും. അതെ, ഞങ്ങൾ എടുത്ത് ചാടി. ഈ കാരാശ്ശേരിയിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ലാലേട്ടൻ്റെ ഭ്രമരം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ ഭ്രമരം എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ലാലേട്ടൻ വാഹനം ഓടിച്ച് കയറ്റിയ ആ ഒരു ഓഫ് റോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാരാശ്ശേരി തുടക്കം. മിന്നാമ്പാറ വ്യൂ പോയിന്റ് കഴിഞ്ഞ് കാരാശ്ശേരി രണ്ടാമത്തെ വ്യൂ പോയിന്റ് തുടക്കമാണ്. അപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഈ ഒരു ഓഫ് റോഡിന് നല്ലൊരു വ്യൂ. ഞങ്ങൾ ബാക്കിൽ കണ്ടോ ഒരു വലിയൊരു പാറ. ഉണ്ടല്ലോ നമ്മൾ കാരാശ്ശൂനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാരാശ്ശൂനി ഇവിടെ അടിപൊളി വ്യൂ പോയിന്റ് ആട്ടോ. നമ്മളെ ഓഫ് റോഡിൻ്റെ ആ ഒരു എക്സ്ട്രീം ലെവൽ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് നെല്ലിയാമ്പതിൻ്റെ പീക്കിലുള്ള കൂരാശൂനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ഈ കൂരാശൂനിയിലെ കാഴ്ചകൾ കണ്ടു നോക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ, പക്ഷെ വെയിലുണ്ട്, അതുകൊണ്ട് അതിങ്ങനെ പിടിച്ചേക്കണ. ഇന്നത്തെ ജീപ്പ് ഓഫ് റോഡിലുള്ള ലാസ്റ്റ് ലൊക്കേഷനാണ് കാരാശ്ശൂരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യൂ പോയിന്റാണ്. ആ അടിച്ചാപ്പൊളി വ്യൂ പോയിന്റാണ് കേട്ടോ. നെല്ലിയാമ്പതി മലകളിൽ തന്നെയല്ല കാരാശ്ശൂരി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ പോയിന്റാണ്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ദൂരം നടന്ന് കയറാനൊക്കെ പറ്റും. അതാണ് ഈ കാരാശ്ശൂരിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കാരാശ്ശൂരി വ്യൂ പോയിന്റിലാണ്. ഇപ്പോൾ കാരാശ്ശൂരി എന്ന് പേര് വരാൻ കാരണം ഇവിടെ ഒരു ദേവി പ്രതിഷ്ഠയുണ്ട്, കാരാശ്ശൂരി അമ്മൻ ദേവി. അപ്പോൾ അവിടെ ആണ് അത് കാണുന്നത്. അപ്പം പണ്ടത്തെ സ്റ്റേറ്റിലുള്ള ആൾക്കാരൊക്കെ അവരുടെ ദൈവമായിട്ട് വെച്ച് ആരാധിച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കാരാശ്ശൂരി അമ്മൻ. ഇപ്പോൾ നെല്ലിയാമ്പതി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നത് മാട്ടുമല പറഞ്ഞ സ്ഥലത്തേക്ക്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. പാസ് എത്രയാണെന്ന് ചോദിച്ചില്ല, നോക്കട്ടെ. വരുന്ന വഴിയില് ഒരു അടിപൊളി കാഴ്ചകൾ കണ്ടിട്ടുള്ള റോഡ് സൈഡിലൊരു പ്ലാവ് നിന്നിട്ട് എല്ലാ വണ്ടിയിലും പുള്ളിക്കാരൻ തലയിട്ടുകൊണ്ടിരിക്കുക. കണ്ട ഒരു രക്ഷയില്ല. ആള് ഏയ് അങ്ങനെ എന്തെങ്കിലും കൊടുത്താലേ അത് സെറ്റ് ആവും. ഷാന
അത് കഴിക്കില്ല, ഓർമ്മ കഴിക്കില്ല. വണ്ടി എടുക്കാം വെച്ചെടുക്കാം. ഏയ് വ്ളോഗിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്നൊക്കെ. കുറച്ച് കാലത്ത് ആഗ്രഹമായിരുന്നു എൻ്റെ. ഞാൻ കുറച്ച് വ്ളോഗ്സ് കാണാറുണ്ട്, വ്ളോഗ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഞാൻ ലൈവ് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം എനിക്ക് ചുമ്മാ ഞാൻ ക്യാമറ എടുത്തത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താവും എന്നുള്ളത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഈ നെല്ലിയാമ്പതി തേയിലത്തോട്ടം ശരിക്കും ഒരു മഞ്ഞ നിറത്തിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു മഞ്ഞ നിറത്തിലുള്ള തേയിലത്തോട്ടമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ല ലുക്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് അവർ കാടൊക്കെ വെട്ടി നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമാണ് അടിപൊളി സ്ഥലം. നെല്ലിയാമ്പതിയിലെ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നെല്ലിയാമ്പതി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കൃഷിയുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ പാവങ്ങളുടെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിൽ നമ്മൾ ഒരു നൈറ്റും ഒരു പകലും ഒക്കെ സ്പെൻഡ് ചെയ്തു. അടിപൊളി സ്ഥലമാണ്. നമ്മൾ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ വയനാടൊക്കെ ചുമ്മാ മലപ്പുറം കോഴിക്കോടുള്ള ആളുകളൊക്കെ വയനാടൊക്കെ കയറുന്നതിന് പകരമായിട്ട് ഇനി ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് നോക്കാം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ലെറ്റ്സ് സൈനിങ് ഓഫ്. മീശാൻ.